ഓ, അമ്മ നിൽക്കുമ്പോൾ സുദേവൻ ആദ്യം ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അമ്മ അമ്മ വന്നിരിക്കേ. അയ്യോ വേണ്ട മാഡം, ഞങ്ങൾ എവിടെയെങ്കിലും. അല്ല, ഇതെന്തു പറ്റി? ഈ കുടുംബത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അവകാശവും ഉണ്ടെന്ന് എന്റെ ഭർത്താവും എന്റെ മകനും നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ പിന്നെന്താ ഇരിക്കാനൊക്കെ എത്ര ബുദ്ധിമുട്ട്? ഞാനും എന്റെ മക്കളും ഇരിക്കുന്ന സോഫയ ഇത്. ഇവിടെ കേറി വന്ന അവകാശം പറയാനുള്ള ചങ്കുറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം. എന്താ സുദേവ, എന്താ ഇരിക്കാത്ത? അത് മേഡത്തിന്റെ മുമ്പില്, അതും ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലേ? ഞാനും എന്റെ മക്കളും ഇരിക്കുന്ന ആ സോഫയിൽ ഇരുന്നാലേ നിന്റെയൊക്കെ കൈയും കാലും വിറയ്ക്കും. അതറിഞ്ഞിട്ട് തന്നെയാ ഇത്രയും ഭംഗിയായിട്ട് ഞാൻ ക്ഷണിച്ചത്. ഒരു സ്ഥാനം ചൂണ്ടിക്കാണിച്ചു തന്നാൽ അവിടെ ഇരിക്കാൻ നിങ്ങൾക്കൊക്കെ മുട്ടുവറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വീട്ടിലെ തറയിൽ ചവിട്ടാൻ യോഗ്യത നിങ്ങൾക്കില്ലെന്നാ. ദേ ഇവള്, ഈ നിൽക്കുന്നില്ലേ ഇവള്, ഇവളെന്റെ മകന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ എല്ലാരും കൂടി എഴുന്നള്ളി ഇങ്ങോട്ട് വന്നത്. അമ്മച്ചി, ഇവളിവിടുത്തെ വേലക്കാരിയാ. അടുക്കളയിലെ മൂലയിൽ തള്ളി വെക്കുന്ന ഒരു കുറ്റിച്ചൂലിന്റെ സ്ഥാനം പോലും ഇവൾക്ക് ഇവിടെ ഇല്ല. അങ്ങനെ ഒരുത്തിയുടെ ബന്ധുക്കള് വന്നാ ഞങ്ങള് പിന്നെ എങ്ങനെയാ നിങ്ങളെയൊക്കെ സ്വീകരിക്കണ്ടേ? സുദേവ, ഈ അന്തസ്സുള്ള കുടുംബത്തിൽ ജനിക്കുക, അന്തസ്സോടെ ജീവിക്കുക എന്നൊക്കെ പറയുന്നതേ അത് ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 2-3 പെൺമക്കളെയൊക്കെ പെറ്റി വളർത്തിയിട്ടുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോ അവരേതേലും മുതലാളിമാരുടെ പയ്യന്മാരെയൊക്കെ അങ്ങ് വലവീശി പിടിച്ചോളൂ. അന്ന് നമുക്ക് സ്വർഗത്തിൽ വാഴാം എന്നുള്ളൊരു ചിന്തയില്ലേ, അതാ പാളിപ്പോയത്. ഒരു വർഷമായി ഇവളിവിടെ കേറി വന്നിട്ട് അത്രയും തന്നെ ദിവസമായി എന്റെ കുടുംബം അന്തസ്സോടെ പുറത്തിറങ്ങിയിട്ട്. മാഡം, ഇവരിപ്പോ തന്നെ പൊയ്ക്കോളും. അതിന് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. ഇപ്പോ ഈ നിമിഷം എനിക്ക് തോന്നിയാലേ കഴുത്തിൽ പിടിച്ച് വെളി തള്ളും, ഓരോന്നോരോന്നായിട്ട്. എങ്കിലാ കഴിഞ്ഞാൻ വിട്ടും. അങ്ങോട്ട് മാറി. എന്നെ എന്തിനു പിടിച്ചതാണെന്ന്? മുത്തശ്ശി, എത്ര നാളായി കണ്ടിട്ട്. അച്ഛൻ എന്തെങ്കിലും പകച്ചു നോക്കി നിൽക്കുന്നേ? ഇത് നമ്മുടെ വീടല്ലേ അച്ഛാ, ധൈര്യമായിട്ട് നിക്ക്. കാർത്തു മോളെ, പിച്ചു, ആ നീ കുറച്ച് തടിച്ചു കേട്ടാ. വീട്ടിലിരുന്ന് നല്ല ഫുഡടി അല്ലേ? ഇവിടെ ഇതുവരെ എന്ത് നടന്നു എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നടന്നതൊന്നും നന്നായിരിക്കില്ല. പക്ഷേ ഇതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഈ കാഞ്ഞിരക്കുരു ഉണ്ടല്ലോ, അത് മധുരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, പാവങ്ങളാ, അവർക്ക് പറയാനുള്ളത് അവര് പറഞ്ഞോട്ടെ. പക്ഷേ നിങ്ങളോട് ഈ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് ഞാനാ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതും ഞാനാ.
അതിനാർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ സൂര്യയുടെ മുഖത്ത് നോക്കി പറയണം. അതെ, ഇവിടെ നിന്ന് അഹങ്കാരം കാണിച്ചാണല്ലോ നാട്ടിച്ച് തുലയ്ക്ക് ഞാൻ. ഒരു വിട്ടുവീഴ്ച ഞാൻ കാണിക്കില്ല. നന്ദിനിയുടെ കുടുംബം എന്റെ ഭാര്യ വീട്ടുകാരാ. അതിപ്പോ വാക്കായാലും പ്രവൃത്തിയിലായാലും സൂക്ഷിച്ചു മതി. കേട്ടല്ലോ? ഏയ് അളിയൻ, ഒന്ന് നിന്നേ. അതെ, എന്താ അളിയ? ഈ കേറിപ്പോയവരെല്ലാവരും കൂടി അവിടെ സഭ കൂടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അളിയനെ ഒരുപാടങ്ങ് കൊഴുപ്പിക്കാൻ നിൽക്കണ്ട. കാരണം എന്താണെന്നറിയോ? എന്താ അറിയോ? എനിക്ക് തല്ലാൻ എളുപ്പം അളിയനെ അല്ലേ. ഏയ് ഞാനാ വഴിക്ക് പോവില്ല. അളിയന്റെ ഭാര്യ വീട്ടുകാരെ സ്വീകരിക്കളിയ. ചെല്ല ചെല്ല കള്ളൻ. സോറി നന്ദിനി, ഇവര് വരുമ്പോ ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവണമെന്ന് കരുതിയതാ. പക്ഷെ ജസ്റ്റ് ഒന്ന് പാളിപ്പോയി. പക്ഷേ നമ്മുടെ കുടുംബത്തിന് ഒരു കുറവും വരത്തില്ല. നമ്മള് അച്ഛാ അതൊക്കെ വിട്ടേക്ക്. നമുക്ക് നമ്മുടെ സന്തോഷമല്ലേ വലുത്. അച്ഛന്റെ മോളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ദേ, പണ്ട് കണ്ടതുപോലെ എന്തെങ്കിലും വിഷമം അയാളുടെ മുഖത്തുണ്ടോ? ഉണ്ടോ? ഉണ്ടോ അച്ഛാ? ചേച്ചിക്ക് നല്ല മാറ്റമുണ്ട്. കണ്ട, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ചെവിയിൽ എടുക്കണ്ടെന്ന് ഞാൻ നിങ്ങളുടെ ചേച്ചിയോട് പറഞ്ഞു. ഇപ്പൊ അതങ്ങ് പഠിച്ചു. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇടയിൽ ഒരു പ്രശ്നവുമില്ല. സോ എല്ലാവരും ഹാപ്പി അല്ലേ?